ഷാനവാസ് വെറും പച്ചയായ മനുഷ്യനാണ്. ഹിറ്റ്ലർ മാധവൻകുട്ടിയായ ഷാനവാസ് 8ന്റെ പണി കൊടുത്തു ആദില. കൂടുതൽ അറിയാൻ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഷാനവാസ് അവിടെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച 2 വ്യക്തികളാണ് ആദില, നൂറ. സ്വന്തം മക്കളെ പോലെയാണ്, പെങ്ങന്മാരെ പോലെയാണ് ഷാനവാസ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരനോട് സഹോദരിയോടും അല്ലെങ്കിൽ ഒരു മക്കളോടൊപ്പം സ്നേഹം കൊടുത്തിട്ടുണ്ട്. അത് ആദിലെ നൂറെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ ഇത് അല്ലെങ്കിൽ ഒരു ചേട്ടൻ്റെ സ്നേഹം ഞാൻ ഷാനവാസ് തന്നിട്ടുണ്ട്. ഇതേ ഷാനവാസിനെയാണ് ആദില നോമിനേറ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഷാനവാസ് ഒരു പാവം, ഒരു പച്ചയായ മനുഷ്യനാണ്. കുറച്ച് ഇമോഷൻസ് പുള്ളിക്ക് കൂടുതലാണ്. പുള്ളി വിശ്വസിക്കുന്ന ആളുകൾ പുള്ളിക്കെതിരെ ചതിക്കുമ്പോൾ പുള്ളിക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്കാണെങ്കിലും നമ്മൾ അത്ര ജെനുവൻ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഇപ്പൊ ആദില, നൂറെ, നെവിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ആദില അന്ന് ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. നെവിൻ ഷാനവാസ് ഒരു കാര്യം പറഞ്ഞത് അത് ആദില ചോദിച്ചിട്ട് പറയുകയൊക്കെ ചെയ്ത് അത് പെട്ടെന്ന് ആദില മറുകണ്ഠം ചാടി ഷാനവാസിനെ ഒറ്റപ്പെടുത്തി. അന്നേ ഷാനവാസ് ഇവരെ അകറ്റി നിർത്തണമായിരുന്നു. അനീഷ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാവരോടും എനിക്ക് സൗഹൃദം എനിക്ക് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ഒരാളെ എല്ലാവരും ഇച്ചിരി അകത്തി നിൽക്കും. ഷാനവാസ് അതല്ല. ഷാനവാസ് ഒരാളെ സ്നേഹിച്ചില്ല. പുള്ളി ഭയങ്കര ആത്മാർത്ഥമായിട്ടൊക്കെ സ്നേഹിക്കും. പിന്നെ പുള്ളിക്ക് അത് ഭയങ്കര അതിൽ നിന്ന് എന്തെങ്കിലും ഇത് കഴിക്കുന്ന പുള്ളി ഭയങ്കര സങ്കടപ്പെടും. പക്ഷെ ഇവരുടെ ഇതെന്ന് പറഞ്ഞാൽ അവിടെ നിലനിൽക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും അവർ പറയുന്നുണ്ട്, അനുമോള് പറയുന്നുണ്ട്, ഷാനവാസ്ക അവർ ഗെയിമിന്റെ ഭാഗമല്ലേ, അതുകൊണ്ടാണ് ഇക്കെ നോമിനേറ്റ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു മനുഷ്യരല്ലേ, ഇത്രയും സ്നേഹിച്ച ഒരു വ്യക്തികൾ, ഇത്രയും കൂടെ നിന്ന് കൂടപ്പറപ്പിനെ പോലെ അല്ലെ ഒരു അച്ഛന്റെ സ്നേഹം കൊടുത്തൊരു വ്യക്തിനെ പുറകിൽ നിന്ന് കുത്തുക എന്ന് പറയുമ്പോൾ പക്കാ തണ്ടിത്തനാണ്. ആദ്യമേ സത്യം പറഞ്ഞ ഒരു കാലത്ത് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ഉടനെ ആദില മറുകണ്ഠം ചാടും. ഇതാണ് ആദിലയുടെ സ്വഭാവം. അത് ഇന്നലെ ഷാനവാസ് കയ്യോടെ പൊക്കുകയും ചെയ്ത് ഷാനവാസിന് മനസ്സിലാവുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ പുള്ളി ഒരു ഹിറ്റ്ലർ മാധവൻകുട്ടിയായിട്ടാണ് പുള്ളി അവിടെ ഇത് ചെയ്തത്. എന്നുവെച്ചാൽ ഇവരെ നല്ല കെയറിങ്, നല്ല സ്നേഹത്തോടെ. പുള്ളി ഒരു പച്ചയായ മനുഷ്യനാണ്. ഇമോഷൻസ് ഇച്ചിരി കൂടുതലാണെങ്കിൽ പുള്ളി പിന്നെ ദേഷ്യം വരും, അതും ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ പുള്ളിയുടെ മനസ്സ് സത്യം പറഞ്ഞാൽ ശുദ്ധമാണ്. ഈ ശുദ്ധമായ മനസ്സുള്ള വെച്ചുകൊണ്ട് ബിഗ് ബോസ് പോലെയുള്ള ഷോയിൽ പറ്റത്തില്ല ഷാനവാസ്. സത്യം പറയുകയാണ്. വേറെ ഒന്നല്ല, നമ്മൾ ജെന്യുവൻ ആയിട്ട് നിൽക്കുമ്പോൾ മറ്റു ആളുകൾ നമ്മളെ ചതിച്ചെന്ന് പറയും, നമുക്കത് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. ഞാൻ ജെന്യുവനായിട്ടൊരു പേഴ്സണാണ്. എന്നെ ഒരുപാട് പേര് കൂടെ ഒന്ന് ചതിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. ഇതേ ഒരു അവസ്ഥയാണ് ഷാനവാസിന് ഉണ്ടായത്. ഷാനവാസ് സത്യം പറഞ്ഞ ലേഡീസിനെ അങ്ങനെ പറയും, ഇങ്ങനെ പറയും. പക്ഷെ പുള്ളിക്ക് ദേഷ്യം വരുമ്പോൾ പുള്ളിയെ പിടിച്ചാൽ കിട്ടത്തില്ല. പക്ഷെ പുള്ളി നല്ലൊരു സ്നേഹമുള്ള മനുഷ്യനാണ്, മനസ്സിൽ ഒരു നന്മയുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് പുള്ളിക്ക് ഇതുപോലെ പണി കിട്ടിയത്. അപ്പോൾ പുള്ളി, എനിക്ക് തോന്നുന്നു പുള്ളി ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന, പുള്ളി ഇപ്പോൾ ഉള്ള ആ ഇമേജ് ഉണ്ടല്ലോ, പുള്ളി ഒറ്റയ്ക്ക് ഗെയിം കളിച്ച് നേടിയെടുത്തത്. അപ്പോൾ ഒറ്റയ്ക്ക് ഗെയിം കളിക്കട്ടെ, യാതൊരു നൂറെ ഒന്നും കൂട്ടുപിടിക്കണ്ട, പുള്ളി ഒറ്റയ്ക്കായിട്ട് ഗെയിം കളിക്കട്ടെ. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുന്നത് ഇഷ്ടമായി. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.